ഹലോ ഡിയേഴ്സ്, എൽഎസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വറുത്തരയ്ക്കാതെ തേങ്ങ അരച്ച് സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വറുത്തരച്ച് കറി കഴിക്കുന്നവർക്കും അല്ലാതെ പൊടിയിട്ട് കഴിക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല. വെണ്ടയ്ക്ക, മുരിങ്ങക്കായ്, ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ഇത്രയൊക്കെ ഐറ്റംസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നീളത്തിൽ മുറിക്കാതെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് പരിപ്പാണ്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ പരിപ്പ് കുപ്പിയിലിട്ട് വയ്ക്കാറ്. ഇതുപോലെ 2 വറ്റൽമുളക് ഇട്ട് വെച്ചാൽ പരിപ്പ് കേടാകാതെ ഇരുന്നുള്ളൂ കേട്ടോ. ഈ ചെമ്പ്രാണി അങ്ങനത്തെ ചെള്ളോ അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പോൾ ഞാനതിൽ കുറച്ച് പരിപ്പ് എടുത്ത് കഴുകി ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഒറ്റൊരു വിസിലേ അടിക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇതിൽ ഒരു വിസിലിൽ തന്നെ മതിയാവും, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരമുറി തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ഫുള്ളായിട്ടൊന്നും എടുക്കണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ പച്ചത്തേങ്ങ അരയ്ക്കുന്നതുകൊണ്ട് കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ. അത് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്രയാണ് പുളി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു വിസിലേ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞ് പോയിട്ടില്ല കേട്ടോ. വെണ്ടയ്ക്കെല്ലാം നന്നായിട്ട് തന്നെ ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് 1-2 മാസമായി. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കുക കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തിയോളെന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരുപാട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണ്ട. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. അത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ അത് കുറുകി വരുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് താളിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.